ഊട്ടിയിൽ കോടമഞ്ഞിറങ്ങുന്ന പോലെയാണ് സൗദി അറേബ്യയിൽ പൊടിക്കാറ്റടിക്കുന്നത്. പക്ഷെ തണുപ്പിന് പകരം ചൂടാന്ന് മാത്രം. ഈ ഒരു ക്ലൈമറ്റാണ് ഇവിടുത്തെ ഏറ്റവും മോശം കാലാവസ്ഥ. ബസ് ഇന്ന് ഒരു 5 മിനിറ്റ് ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഈ ഒരു കാലാവസ്ഥയിൽ ഡ്യൂട്ടിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. ഇതാണ് ഞാൻ മലയാളം പഠിപ്പിക്കുന്ന എന്റെ സ്റ്റുഡന്റ്. നന്ദി എന്നുള്ള വാക്കാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചെടുത്തത്. പക്ഷെ ഇടയ്ക്ക് അക്ഷരം മാറിയൊക്കെ വരും. പൊടിക്കാറ്റിന്റെ കൂടെ തന്നെ ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് 2-3 തുള്ളി മഴ. വണ്ടി വാഷ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ചാകരയാണ് ചാകര. 2-3 ദിവസത്തിന് ശേഷം ഇന്നാണ് ഒരു 5 മിനിറ്റ് നേരത്തെ പഞ്ച് ചെയ്യുന്നത്. രാത്രി കുടിക്കാനുള്ള കുറച്ച് വെള്ളവും ഒരു കോഫി എടുത്ത് നമ്മൾ നേരെ എയർ സൈഡിലോട്ട് വിട്ടു. നമ്മുടെ റൂമിലെത്തിയപ്പോൾ റെസ്റ്റ് റൂമിന്റെ ടേബിൾ നിറച്ച് ഫുഡ് നിരത്തി വെച്ച് ഞാനൊരു ചിക്കൻ ബിരിയാണി മാത്രം എടുത്ത് മാറ്റി വെച്ചു. പക്ഷെ അത് കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്കുള്ള പണി വന്നു. നമ്മൾ ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്യുന്ന ടോബാറിന്റെ ഒരു ഹെഡ് മിസ് ആയിട്ടുണ്ട്. അതപ്പോൾ തെരഞ്ഞ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. കുറെ നേരം തലങ്ങും വിലങ്ങും തപ്പലോട് തപ്പല്. അവസാനം അത് മാർക്ക് കണ്ടുപിടിച്ച് ഞങ്ങൾ ടോബർ ഹെഡ്സ് ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. അതിൽ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ തിരിച്ചു പോകുന്നു. ഏതായാലും വന്നതല്ലേ, അവിടെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് തിരിച്ച് ടർമിലെത്തിയപ്പോൾ 2 വണ്ടി ഫ്യൂലിങ്ങിന് പോകാൻ. പമ്പിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. അങ്ങനെ ആദ്യത്തെ വണ്ടി ഫ്യൂലിങ് കഴിഞ്ഞു. അങ്ങനെ അതവിടെ കൊണ്ടുപോയിട്ട് രണ്ടാമത്തെ വണ്ടി ആയിട്ട് എയർപോർട്ടിന്റെ ഉള്ളിൽ എത്ര വലിയ വണ്ടി ഇട്ടും കാര്യമില്ല. മാക്സിമം സ്പീഡ് 25 ആണ്. രണ്ടാമത്തെ വണ്ടീന്റെ ഫ്യൂലിംഗ് തുടങ്ങി. തിരിച്ചു വരുമ്പോഴൊക്കെ എന്റെ സൈഡിൽ ഒരു സാധനം അങ്ങനെ പോകുന്നു. പൊടിന്റെ കാറ്റടിച്ചിട്ട് ഒരു തേങ്ങയും കാണുന്നില്ല. നാട്ടിലൊക്കെ 100-110 പോകണം. എനിക്ക് 25 കിലോമീറ്ററിൽ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയി. തിരിച്ചെത്തിയപ്പോൾ തന്നെ ഇവിടെ ഒരു ഫ്ലൈറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെറുതായിട്ടൊന്നും മഴ പെയ്യും. അധികം പോസ്റ്റ് ആകാതെ തന്നെ അത് പെട്ടെന്ന് പുഷായി. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് പോയി. ആ ഫ്ലൈറ്റിൽ കണക്ട് ചെയ്തേക്കുന്ന സ്റ്റെപ്പ് എടുത്ത് നേരെ എക്യുപ്മെന്റ് സ്റ്റോറിൽ കൊണ്ടുവച്ചപ്പോൾ തന്നെ സമയം രാവിലെ ആയി. എന്നാ നീ നേരെ റൂമിലേക്ക് പോവാം എന്നാണ്. ഈ രാവിലെ തന്നെ ദോശ. ഇതാണ് നമ്മളെ ദോശക്കുള്ള മാവ്. ദോശ ആവുന്നവരെ കാത്തുള്ള സമയമില്ല. പള്ളയെ വെച്ചിട്ട് ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്ത മിച്ചറും ഇന്നലെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയൊരു പഴം ഉണ്ടായിരുന്നു. പിന്നെ അത് തിന്നുകൊണ്ട് ദോശ ഹോട്ടലാണ് തുടങ്ങി. ഇനി ഇതാണോ ദോശ ചോദിച്ചു വരണ്ട. ഇതൊക്കെയാണ് നമ്മളെ ദോശ. എന്നാ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.